Hi all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് AVR Interrupts. So നമുക്കറിയാം ഒരു മൈക്രോ കൺട്രോളർ may be connected to multiple devices. Okay. So അതിന്റെ പ്രോസസ്സിംഗ് എല്ലാം ചെയ്യുന്നത് ഈ മൈക്രോ കൺട്രോളർ ആണ്. So it has to serve all these devices. Okay. അപ്പോൾ ഈ മൈക്രോ കൺട്രോളറിന്റെ സർവീസ് ഈ എല്ലാ ഡിവൈസിനും കിട്ടണം. ഓക്കെ, സോ ദർ ആർ ടു മെത്തേഡ്സ് ബൈ വിച്ച് ഡിവൈസസ് റിസീവ് സർവീസസ് ഫ്രം ദ മൈക്രോ കൺട്രോളർ. ഓക്കെ, അതായത് ഈ മൈക്രോ കൺട്രോളറിന്റെ സർവീസ് ഈ ഡിവൈസസിനൊക്കെ കിട്ടുന്നത് ടു മെത്തേഡ്സ് വഴിയാണ്. വൺ ഇസ് ഇന്ററപ്റ്റ് ആൻഡ് ദ അതർ ഇസ് പോളിംഗ്. ഓക്കെ, സോ ഇൻ ദ ഫസ്റ്റ് മെത്തേഡ്, interrupt method, whenever any device needs the microcontroller service, the device notifies it by sending an interrupt signal. Okay, അതായത് രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഇന്ററപ്റ്റും പോളിംഗും. അപ്പൊ ഈ ഇന്ററപ്റ്റ് മെത്തേഡിൽ ഈ ഒരു ഡിവൈസിന് എപ്പോഴെങ്കിലും മൈക്രോ കൺട്രോളർ വേണമെങ്കിൽ ഇറ്റ് വിൽ സെൻഡ് എ സിഗ്നൽ, ഓക്കെ, സെയിങ് ദാറ്റ് ഐ നീഡ് യുവർ സർവീസ്. ഓക്കെ, അപ്പൊ ആ ഒരു സിഗ്നൽ കിട്ടുന്ന സമയത്ത് ഇറ്റ് വിൽ സ്റ്റോപ്പ് വാട്ട് എവർ ഇറ്റ് ഈസ് ഡൂയിങ് ആൻഡ് ഇറ്റ് വിൽ സെർവ് ദ ഡിവൈസ്. ഓക്കെ, അതായത് മൈക്രോ കൺട്രോളർ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഡിവൈസിനെ സെർവ് ചെയ്യും. ഫൈൻ. ഇനി ഇങ്ങനെ ചെയ്യണമെങ്കിൽ, അതായത് അതിന്റെ പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഇന്ററപ്റ്റ് സിഗ്നൽ തന്ന ഡിവൈസിനെ സെർവ് ചെയ്യണം. അത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എവിടെയാണോ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തത് അവിടുന്ന് അങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണ് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ഓർ ഇന്ററപ്റ്റ് ഹാൻഡ്ലർ. ദ പ്രോഗ്രാം associated with interrupt is called interrupt service routine or ISR or interrupt handler. And the second method is polling. Okay, first method is interrupt and second method is polling. In polling, the microcontroller continuously monitors the status of a given device. When the status condition is met, it performs the service. അതായത് മൈക്രോ കൺട്രോളർ ഇങ്ങനെ പോയി നോക്കും, ഈ ഡിവൈസിന് എൻ്റെ സർവീസ് വേണോ, ഡിവൈസിന് എൻ്റെ സർവീസ് വേണോ. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കുമല്ലോ പ്രോസസ്സ് ചെയ്യേണ്ടിണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ആയോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി അതായി കഴിഞ്ഞാൽ ആ ഡിവൈസിന് സെർവ് ചെയ്യും. അതായത് ആ മൈക്രോ കൺട്രോളർ ആ ഡിവൈസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഇതേ പ്രോസസ്സ് നെക്സ്റ്റ് ഡിവൈസിന് എടുത്തു പോകും. സോ ഇറ്റ് ഹാസ് ടു റിപ്പീറ്റ് ദ സെയിം പ്രൊസീജിയർ വിത്ത് ഓൾ ദ ഡിവൈസ്. ഓക്കെ, although polling can monitor the status of several devices and serve each of them as certain conditions are met, it is not an efficient use of the microcontroller. അതായത് ഓരോ സമയത്തും ഈ മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യും, ഓരോരോ ഡിവൈസിനെ സെർവ് ചെയ്യും. അപ്പോൾ അതിന്റെ സർവീസ് വേണോന്ന് നോക്കും, എന്നിട്ട് അതിനെ സെർവ് ചെയ്യും, പിന്നെ അടുത്ത ഡിവൈസ്, അങ്ങനെ എല്ലാ ഡിവൈസിനെയും സ്റ്റാറ്റസ് നോക്കിയിട്ട് അതിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കും ഇൻ എ റൗണ്ട് റോബിൻ ഫാഷൻ. ഓക്കെ, but it is not an efficient method. And what are the advantages of interrupts over polling? Microcontroller can serve many devices. Okay, each device can get the attention of the microcontroller based on its priority. അതായത് ഇപ്പോൾ കുറേ ഡിവൈസസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ ഡിവൈസിനും പ്രയോറിറ്റി അസൈൻ ചെയ്യാം. എന്നിട്ട് ഹയസ്റ്റ് പ്രയോറിറ്റി വേണ്ട ഡിവൈസിന് ഹയസ്റ്റ് പ്രയോറിറ്റി അസൈൻ ചെയ്യാം. അപ്പോൾ ആ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഈ ഡിവൈസിന് മൈക്രോ കൺട്രോളർ സെർവ് ചെയ്യും. ഓക്കെ, ബട്ട് ഇറ്റ് കനോട്ട് ബി, ദാറ്റ് ഈസ് ദ പ്രയോറിറ്റി കനോട്ട് ബി അസൈൻഡ് ഇൻ ദ പോളിംഗ് മെത്തേഡ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് വിൽ ചെക്ക് ഈച്ച് ഡിവൈസ് ഇൻ റൗണ്ട് റോബിൻ ഫാഷൻ വിത്തൗട്ട് എനി പ്രയോറിറ്റി. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് ഇൻ ഇന്ററപ്റ്റ് മെത്തേഡ് priority can be assigned to some devices. Okay, based on the priority, the microcontroller will serve that device. But in the case of polling method, there is no option for assigning priority. Next, more importantly, in interrupt method, the microprocessor can also ignore or mask a device request for service. അതായത് ഇപ്പൊ ചില ഇന്ററപ്റ്റുകൾ വേണ്ട, അതായത് ആ സിഗ്നൽ കൺസിഡർ ചെയ്യാതെ ഇരിക്കാം, അതിനെ ഇഗ്നോർ ചെയ്യാം.
ഓക്കെ, ഇപ്പൊ ചില ഡിവൈസിന്റെ റിക്വസ്റ്റ് വരുന്ന സമയത്ത് അതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റും ഏതില്, ഇന്ററപ്റ്റ് മെത്തേഡിൽ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് പോളിംഗ് മെത്തേഡ്, ബിക്കോസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡിവൈസിനും ഇങ്ങനെ സെർവ് ചെയ്യുന്നതാണ് റൗണ്ട് റോബിൻ ഫാഷനിൽ. അപ്പോൾ അത് ഈ മാസ്കിംഗ് അല്ലെങ്കിൽ ഇഗ്നോറിംഗ് എവിടെ പോസിബിൾ അല്ല, പോളിംഗ് മെത്തേഡിൽ പോസിബിൾ അല്ല. നെക്സ്റ്റ്, advantages of interrupts. That is next advantage of interrupt. The most important reason that the interrupt method is preferable is that the polling method wastes much of the microcontroller's time by polling devices that do not need service. So the interrupts are used to avoid tying down the microcontroller. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഡിവൈസിൻ്റെ അടുത്തും പോയിട്ട് അതിനെ സെർവ് ചെയ്യാൻ, അതായത് ഞാൻ സെർവ് ചെയ്യണോ അതായത് എൻ്റെ ടൈം ആയോ കണ്ടീഷൻ മീറ്റ് ചെയ്തോ എന്ന് വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ആര്? പോളിംഗ് മെത്തേഡിൽ മൈക്രോ കൺട്രോളർ. അപ്പോൾ അത്രയും ടൈം വേസ്റ്റ് ചെയ്യാണ്. ആ സമയത്ത് വേണമെങ്കിൽ എന്തെങ്കിലും മൈക്രോ കൺട്രോളറിന് വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ടാസ്ക് ചെയ്യാതെ, പക്ഷെ ഒന്നും ചെയ്യാതെ പോളിംഗ് മെത്തേഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് നമ്മുടെ ഇന്ററപ്റ്റ് ബേസ്ഡ് മെത്തേഡ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. കാരണം അതിൽ മൈക്രോ കൺട്രോളർ അതിന്റെ പ്രോസസ്സിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ ആൻ ഇന്ററപ്റ്റ് സിഗ്നൽ കംസ്. ഇന്ററപ്റ്റ് സിഗ്നൽ വരുമ്പോൾ മാത്രം അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകും. ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു സ്റ്റേജ് എവിടെ ഇല്ല, ഇന്ററപ്റ്റ് മെത്തേഡിലില്ല. പക്ഷെ പോളിംഗ് മെത്തേഡിൽ അങ്ങനെ ഒരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ സോ ഇറ്റ് വിൽ ടൈ ഡൗൺ ദ മൈക്രോ കൺട്രോളർ. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് SBRS R20 TOV0 സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മൾ നേരത്തെ ടൈമറിൽ ചെയ്ത പ്രോഗ്രാമിൽ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്തോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാം പോളിംഗ് മെത്തേഡിൽ. ഇറ്റ് ഈസ് വെയിറ്റഡ് അണ്ടിൽ ദ ടൈമർ റോൾസ് ഓവർ ആൻഡ് വൈൽ യു വെർ വെയിറ്റിംഗ് യു കുഡ് നോട്ട് ഡു എനിത്തിങ് എൽസ്. അതായത് SBRS R20 TOV0 സെറ്റായോ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് സെറ്റായി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യും, അത് ആ ലൂപ്പിൽ നിന്ന് പുറത്തുവരും. അതുവരെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദിസ് ഇസ് എ വേസ്റ്റ് ഓഫ് മൈക്രോ കൺട്രോളർ ടൈം that could have been used to perform some useful task. അതായത് ഇങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതേസമയം മൈക്രോ കൺട്രോളറിന് വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോസസ് ചെയ്യാമായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ എന്ത് ചെയ്യാണ്, അത്രയും ടൈം വെയിറ്റ് ചെയ്യാൻ. ഇൻ ദ കേസ് ഓഫ് ദ ടൈമർ, if we use the interrupt method, the microcontroller can go about doing other tasks, and when the TOV0 flag is raised, the timer will interrupt the microcontroller in whatever it is doing. അതായത് if we are using the interrupt method, നമ്മൾ interrupt method ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. TOV0 ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും, ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ കൊടുക്കുക. അപ്പോൾ മൈക്രോ കൺട്രോളർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിർത്തിയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പോയാൽ മതി. ഓക്കെ, സോ ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ടൈം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യാം, അതായത് ഇന്ററപ്റ്റും പോളിംഗും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇന്ററപ്റ്റ് ആൻഡ് പോളിംഗ്? The first difference is whenever any device needs some microcontroller service, the device notifies it by sending an interrupt signal in the case of interrupt. And in the case of polling, the microcontroller continuously monitors the status of a given device. When the status condition is met, it performs the service. Okay. And the second one, each device is serviced based on the priority assigned to it. In polling, it checks all devices in a round robin fashion. There is no priority. And the third difference is it can ignore a device request. Okay, that is masking the interrupt. In the case of polling, it cannot ignore a device request. Okay, because all the devices are handled in a round robin fashion. Interrupt avoids the tying down the microcontroller because ആ ഒരു സിഗ്നൽ വരുന്ന സമയത്ത് മാത്രമേ ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നുള്ളൂ. ഇൻ കേസ് ഓഫ് പോളിംഗ്, ഇറ്റ് വേസ്റ്റ് മച്ച് ഓഫ് ദ ടൈം ബൈ പോളിംഗ് ഡിവൈസസ് ദാറ്റ് ഡു നോട്ട് നീഡ് ദ സർവീസ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്ററപ്റ്റും പോളിംഗും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നിങ്ങൾ ഈ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഓർത്ത് വെക്കണം. സാധാരണ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ്, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. Okay. For every interrupt, there must be an interrupt service routine or interrupt handler. നമ്മൾ നേരത്തെ പറഞ്ഞു. When an interrupt is invoked, the microcontroller runs the interrupt service routine.
അതായത് ഒരു ഇൻറപ്റ്റ് വരുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഇൻറപ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഇൻറപ്റ്റ് സർവീസ് റൂട്ടിംഗ്. Generally, in most microprocessors, for every interrupt there is a fixed location in memory that holds the address of the ISR. Okay, അതായത് ഓരോ മൈക്രോപ്രോസസറിനും ഒരു ഫിക്സഡ് ലൊക്കേഷൻ ഉണ്ട് ഫോർ സ്റ്റോറിംഗ് ദ അഡ്രസ് ഓഫ് ISR. ഓക്കെ, കാരണം ഇൻറപ്റ്റ് വരുമ്പോൾ അവിടെ നിന്നാണ് ഇൻറപ്റ്റ് സർവീസ് റൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി the group of memory location set aside to hold the address of ISR is called interrupt vector table. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ISR ഉണ്ടാവും. ഒരു ഇൻറപ്റ്റ് അല്ല, പല ഇൻറപ്റ്റുകളുണ്ട്. ഓക്കെ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇൻറപ്റ്റ്സ്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെയുള്ള ലൊക്കേഷൻ, ഈ ഗ്രൂപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഫോർ ദിസ് ISR ഇസ് കോൾഡ് interrupt vector table. ഓക്കെ, അപ്പൊ വാട്ട് ഇസ് interrupt vector table എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you have to write the group of memory location set aside to hold the address of ISRs is known as interrupt vector table. So this is the interrupt vector table for ATmega 32. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓരോന്നിനും ഓരോ അഡ്രസ് ലൊക്കേഷൻ ഉണ്ട്. റീസെറ്റ് 0000, external interrupt request 0002, any timer counter to overflow 000A, അതേപോലെ ടൈമർ കൗണ്ടർ 0 കമ്പയർ മാച്ച് 0014, ടൈമർ കൗണ്ടർ 0 ഓവർഫ്ലോ 0016, അങ്ങനെ പല പല ലൊക്കേഷനിലാണ്. അപ്പൊ ഈ ലൊക്കേഷൻ ഒക്കെ കൂടിയിട്ടാണ് ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ എക്സിക്യൂട്ടിംഗ് an interrupt. നമുക്കിത് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. താങ്ക് യു.